വിദ്വേഷ പ്രസംഗം നടത്തിയ ടി.ജി. മോഹൻദാസിന്റെ വിവാദ പരാമർശങ്ങളിൽ നടപടി വൈകുന്നതിനെതിരെ രൂക്ഷ വിമർശനവുമായി രാഹുൽ ഈശ്വർ. ലവ് ജിഹാദ്, വ്യാജ പോക്സോ കേസുകൾ എന്നിവ ഉയർത്തിപ്പിടിച്ച് മതസൗഹാർദ്ദം തകർക്കാനുള്ള നീക്കങ്ങൾക്കെതിരെ മാധ്യമങ്ങളും പോലീസും ജാഗ്രത പാലിക്കണമെന്നും സമുദായങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുന്ന ഇത്തരക്കാർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കേണ്ടതുണ്ടെന്നും രാഹുൽ ഈശ്വർ വാർത്താ സമ്മേളനത്തിൽ. വിദ്വേഷ പ്രസംഗത്തിൽ ശ്രീ ടി.ജി. മോഹൻദാസിന്റെ അറസ്റ്റ് വൈകുന്നത് പ്രതിഷേധാർഹമാണ്. രാജ്യദ്രോഹ കുറ്റം ചുമത്തി കേസെടുക്കണമെന്നുള്ളതാണ് ആവശ്യം. ഇതിൽ ആദ്യം പരാതി കൊടുത്ത വ്യക്തികളിൽ ഒരാളാണ് ഞാൻ ആ പരാതി സോഷ്യൽ മീഡിയയിൽ പോലും ഇട്ടില്ല. കാരണം അതിന്റെ ആവശ്യമില്ല എന്ന് കരുതി. എന്തായാലും അറസ്റ്റ് ഉണ്ടാവും അടുത്ത ദിവസം എന്ന് കരുതി. അടുത്ത ദിവസമായി പ്രത്യേകിച്ച് ആക്ഷൻ ഒന്നും ഇതുവരെ ഉണ്ടായി. ഇന്ന് രാവിലെയാണ് അത്ര ശക്തമല്ലാത്ത ചില വകുപ്പുകൾ ചുമത്തി ശ്രീ മോഹൻദാസിനെതിരെ കേസെടുത്തിരിക്കുന്നതെന്നാണ് സൈബർ പോലീസ് കേസ് എന്നാണ് മനസ്സിലാകുന്നത്. ഞാൻ അതിന്റെ കോണ്ടെക്സ്റ്റും അതിന്റെ ഭീകരതയും മനസ്സിലാക്കാൻ ഒരു കാര്യം കൂടി കൂട്ടിയിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അറിയണം. പ്രത്യേകിച്ച് ഞാൻ ജന്തർ മന്ദറിൽ പ്രക്ഷോഭം കാണാൻ, നമ്മുടെ വിദ്യാർത്ഥികളുടെ ഊർജം കാണാനും ചണ്ഡീഗഡിൽ പഞ്ചാബിൽ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ കാണാനും പോയൊരു വ്യക്തിയാണ്. അവരുടെ ആ ഊർജം അവരെക്കാൾ ഒരു മുതിർന്ന തലമുറയിൽ നിൽക്കുന്ന വ്യക്തി എന്ന നിലയിൽ ആദരവോടെ ആരാധനയോടെ കണ്ടൊരു വ്യക്തിയാണ്. അപ്പോ നിങ്ങൾ ആ വരികൾ, പ്രത്യേകിച്ച് നമ്മുടെ ജനങ്ങൾ ആ വരികൾ ഒന്ന് നോക്കണം. അവിടെ വെടി ഉതിർക്കാനുള്ള ഉത്തരവ് ഞാൻ ബോധപൂർവം നൽകിയതാണ്. ജനങ്ങൾക്കിടയിൽ ഭരണത്തോട് പേടി ഉണ്ടാകുന്ന അന്തരീക്ഷം സൃഷ്ടിക്കാനും നിയമലംഘനത്തിന് മുതിർന്നവർക്ക് പാഠം നൽകാനുമാണ് ഈ നടപടി. വെടി ഉതിർക്കാതെ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ സാധിക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്താൽ ജനങ്ങൾക്കൊരു ഭയം ഉണ്ടാകില്ല. ഒട്ടും മടിക്കാതെ തുടർച്ചയായി വെടിവെക്കാൻ ഞാൻ നിർദ്ദേശം നൽകി. ഇത്തരം ഒരു പ്രതിഷേധം വീണ്ടും ആവർത്തിക്കരുത് എന്നതായിരുന്നു ലക്ഷ്യം. മെഷീൻ ഗണ്ണുകൾ ഉപയോഗിക്കാൻ സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ അത് ഉപയോഗിക്കുമായിരുന്നു. വെടിയേറ്റവർക്ക് വൈദ്യസഹായം നൽകുന്നതിന്റെ ഉത്തരവാദിത്തമല്ല, അത് പ്രതിഷേധക്കാരുടെ അവകാശമായിരുന്നില്ല. പ്രതിഷേധക്കാർ തിരിച്ചു വന്ന് ഒത്തുകൂടി എന്നെ പരിഹസിക്കാതിരിക്കാൻ കൂടി വേണ്ടി വെടിവെപ്പ് ആവശ്യമായിരുന്നു. ഈ വാക്കുകൾ ഇന്നേക്ക് 107 വർഷം മുമ്പ് ജലിയൻ വാലാബാഗ് കൂട്ടക്കുരുതി നടത്തിയ ജനറൽ ഡയറിന്റെ വാക്കുകളാണ്. ഹണ്ടർ കമ്മീഷനോട് ഈ കൂട്ടക്കൊലയെ ന്യായീകരിച്ച് ജനറൽ ഡയർ എന്ന് പറയുന്ന ഇന്ത്യയെ അടിച്ചമർത്തി ഭരിച്ച ബ്രിട്ടീഷുകാരനായ കിരാതനായ പട്ടാള മേധാവിയുടെ വാക്കുകളാണ്. ഇതേ സ്വരമല്ലേ ടി.ജി. മോഹൻദാസിനുള്ളത്? എന്ത് വ്യത്യാസമാണുള്ളത്? ടി.ജി. മോഹൻദാസ് അതിന്റെ കൂടെ അശ്ലീലവും അസഭ്യവും കൂടെ പറഞ്ഞു എന്നൊരു വ്യത്യാസമേ ഉള്ളൂ. ബ്രിട്ടീഷുകാരനായിരുന്ന ജനറൽ ഡയർ പറഞ്ഞ അതേ സ്വരവും അതേ ഉദ്ദേശവും അതേ ഇന്റൻഷനും ശ്രീ ടി.ജി. മോഹൻദാസിന്റെ വാക്കുകൾ വായിക്കാം. ജന്തർ മന്ദറിൽ കർഫ്യൂ പ്രഖ്യാപിക്കും, ജനങ്ങളോട് പിരിഞ്ഞു പോകാൻ 3 പ്രാവശ്യം ആവശ്യപ്പെടും, എന്നിട്ട് വെടിവെക്കും. അടുത്ത വരികളാണ്: ആളുകൾ ചിതറിയോടും, കുറെ പേര് മരിക്കും, കുറെ പേര് മരിക്കില്ല, ചിലർക്ക് അംഗഭംഗം സംഭവിക്കും. ഏകദേശം ഒരു 4 മണിക്കൂർ കൊണ്ട് രംഗം ശാന്തമാകും. ശവങ്ങൾ പറക്കിയെടുത്ത് ആശുപത്രിയിൽ എത്തിക്കും. മരിച്ചു വീഴുന്ന ഇന്ത്യൻ യുവത്വത്തെ കുറിച്ചാണ് പറയുന്നത്. ശവങ്ങൾ പെറുക്കിയെടുത്ത് ആശുപത്രിയിൽ എത്തിക്കും. സോ മെനി തിങ്സ് വിൽ ഹാപ്പൻ. ഞാൻ എങ്ങനെ ചെയ്യും? ഇതൊരു സൊല്യൂഷനാണ്. ഇതും ജനറൽ ഡയർ എന്ന് പറയുന്ന ജലിയൻ വാലാബാഗിൽ ഇന്ത്യക്കാരെ കൂട്ടക്കുരുതി ചെയ്ത ബ്രിട്ടീഷ് പട്ടാള കിരാത മേധാവി തമ്മിൽ എന്ത് വ്യത്യാസമാണ്? എന്നിട്ട് അടുത്ത വാക്കുകളിൽ ഞാൻ ഒരു വാക്ക് പറയുന്നില്ല, അതെല്ലാരും കേട്ടിട്ടുണ്ടാവും. ആ വാക്ക് അസഭ്യത്തിന് വേണ്ടി മാത്രമല്ലാതെ ആരും പ്രയോഗിക്കാത്തൊരു വാക്കാണ്. ആ വാക്ക് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ ബാക്കിയുള്ളത് വായിക്കാം. ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികളാണ് ജന്തർ മന്ദർ പ്രതിഷേധത്തിന് വന്നത്. അതിന്റെ പൂർണ്ണ പരാമർശം: ബലാത്സംഗം കൂട്ട ബലാത്സംഗമായിട്ട് നടക്കും. പിന്നെ ദൈവം സഹായിച്ച് അതിന് പരാതി ഒന്നും ഉണ്ടാവില്ല. കാരണം ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ടീമാണ്. ഈ വഴിയിലൂടെ ദിവസവും ഒരു പ്രത്യേക വാക്ക്, ആ വാക്കിന്റെ സഭ്യമായ വാക്ക് ഞാൻ പറയാം. ഈ വഴിയിലൂടെ, അതായത് ജന്തർ മന്ദറിലെ വഴിയിലൂടെ ദിവസവും ലൈംഗിക വേഴ്ചയാണ് നടക്കുന്നത്. ആ വാക്ക് എന്താ നിങ്ങൾക്ക് മനസ്സിലാകും? അങ്ങനെ ഒരു പ്രയോഗം സിനിമയിൽ പോലും സെൻസർ ചെയ്യപ്പെടുന്നതാണ്. അതായത് അങ്ങനെ മോശമായിട്ട് ലൈംഗികതയെ പരാമർശിക്കുന്ന, സ്ത്രീ പുരുഷ ബന്ധങ്ങളെ പരാമർശിക്കുന്ന ഒരു വാക്ക്, ആ വഴിയിലൂടെ ദിവസവും ലൈംഗിക വേഴ്ചയാണ് അവിടെ നടക്കുന്നത്. ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന സ്ത്രീകൾ, പെൺകുട്ടികളുണ്ട്. ഈ ഒരു പരാമർശം വന്നിട്ട് ശ്രീ ടി.ജി. മോഹൻദാസ് 2, 2.5, 3 ദിവസമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്നതാണ്. എനിക്ക് എന്താ പറയണേ, എനിക്ക് ഒരു മലയാളി എന്ന നിലയിൽ, ഇത് കാണുന്ന വ്യക്തി എന്ന നിലയിൽ അത്ഭുതം തോന്നുക. ഇനി എല്ലാ ആദരവോടെ പറയട്ടെ, കോൺഗ്രസ് ഭരണത്തിൽ വരണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയുടെ ഒരു ആരാധകനാണ് ഞാൻ. പക്ഷെ പോലീസ് എന്തിനാണ് താളം ചവിട്ടുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല. ഇന്നലെ ഡെപ്യൂട്ടി സ്പീക്കർ, യൂത്ത് കോൺഗ്രസ്, ഈ നാട്ടിലെ എല്ലാരും പറയുന്നുണ്ട്, പോലീസുകാർ എന്താ ഗവേഷണം നടത്തുകയാണോ? ഇതിൽ ഡോക്ടറേറ്റ് പ്രബന്ധം എഴുതുകയാണോ? പോലീസുകാർ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുത്ത്
പ്രൊവോക്കേഷൻ. ഇപ്പൊ ഇട്ടിരിക്കുന്ന വകുപ്പുകൾ മറ്റേ കോസിംഗ്, റയറ്റ് തുടങ്ങിയ വകുപ്പുകളാണ്. 152, അതായത് രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യേണ്ട വകുപ്പുകളാണ്. ഇത് ഇന്നലെ അസാമിലെ 3 ചെറുപ്പക്കാരെ രാജ്യദ്രോഹ കുറ്റത്തിന് അറസ്റ്റ് ചെയ്തതാണ്. അസാമിൽ ഹിമന്ത് ബിശ്വ ശർമ്മയാണ് ഭരിക്കുന്നത്. അദ്ദേഹത്തിന്റെ തീവ്ര ഹിന്ദുത്വം ആർക്കും വേണമെന്നല്ല. പക്ഷേ ഈ 3 മുസ്ലിം പയ്യന്മാര് ചെയ്തത് വാട്സപ്പിൽ നമുക്ക് ഈ പിള്ളേരോട് അവരുടെ സ്വകാര്യ വാട്സപ്പിൽ നമുക്ക് ഈ പ്രക്ഷോഭകരെ അനുകൂലിച്ച് സമാധാനപരമായ ഒരു പ്രൊട്ടസ്റ്റ് നടത്തിയാലോ എന്ന് പരസ്പരം മെസ്സേജ് അയച്ചതിന് ഈ 3 പേരെ സിദ്ധാർത്ഥ് വരദരാജനെ പോലെ വളരെ മുതിർന്ന ഒരു മാധ്യമ പ്രവർത്തകൻ വയറടക്കം മുമ്പ് ഹിന്ദുവിന്റെ തലവനായിരുന്ന സിദ്ധാർത്ഥ് വരദരാജൻ എഴുതിയാണ് ഈ 3 മുസ്ലിം പിള്ളേരെ അറസ്റ്റ് ചെയ്തതാണ്. അങ്ങനെ ചെയ്യണമെന്നൊന്നും പറയുന്നില്ല. പക്ഷേ പൊതുമണ്ഡലത്തിൽ പബ്ലിക് ഡൊമൈനിൽ ഒരാൾ വന്ന് ഇത്രയും അസഭ്യവും അശ്ലീലവും രാജ്യദ്രോഹപരവുമായ പരാമർശം പറഞ്ഞിട്ട് ഇതുവരെ ആക്ഷൻ ഉണ്ടായില്ല, അറസ്റ്റ് ഉണ്ടായില്ല, ദുർബല വകുപ്പുകൾ ചുമത്തി ഈസി ആയിട്ട് അതിലൊരു വകുപ്പ് മാത്രമേ അറ്റ്ലീസ്റ്റ് നോൺ ബെയിലബിൾ എങ്കിലും ഉള്ളൂ. അത് ഈസി ആയിട്ട് കോടതി പോയാൽ തടഞ്ഞു കിട്ടാം. എന്തുകൊണ്ടാണ് അറസ്റ്റ് ഉണ്ടാകാത്തതെന്ന് അത്ഭുതം തോന്നും. ബ്രിട്ടീഷ് പട്ടാളക്കാരൻ ജനറൽ ഡയറിനും ടി ജി മോഹൻദാസിനും ഒരേ സ്വരമാണ്. ഇന്ത്യയിൽ 2ാം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ആഹ്വാനം നൽകുകയും യുവജന മഹാപ്രക്ഷോഭത്തിൽ പങ്കെടുത്ത പെൺകുട്ടികൾ റേപ്പ് ഇഷ്ടപ്പെടുന്നവരാണെന്നും ജന്തർ മന്ദറിന്റെ പാതകളിൽ ലൈംഗിക വീഴ്ചയാണ് നടക്കുന്നതെന്നും ആ വാക്കല്ല ഉപയോഗിച്ചത്. ഞാൻ വെർബാറ്റിംഗ് കോട്ട് ചെയ്യുമ്പോൾ ആ വാക്ക് എനിക്ക് പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എന്ന് പറഞ്ഞ തീവ്ര ഹിന്ദുത്വ വിദ്വേഷ പ്രചാരകനെ ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തില്ല എന്നുള്ളത് കേരളത്തിന്റെ പരാജയമാണ്, കേരള പോലീസിന്റെ പരാജയമാണ്. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയോടുള്ള താഴ്മയേറിയ അഭ്യർത്ഥനയാണ്. അദ്ദേഹത്തിനെ ആദരിക്കുന്ന, അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്ന, അദ്ദേഹത്തിന്റെ ഒരു ഫാനാണ് ഞാൻ, പ്രത്യേകിച്ച് ഓപ്പറേഷൻ തൂഫാൻ കാരണം. മലയാളികൾ മുഴുവൻ ഓപ്പറേഷൻ തൂഫാനെ ആദരിക്കുന്നവരാണ്. തൂഫാന്റെ വേഗത ടി ജി മോഹൻദാസിന്റെ വിഷയത്തിൽ കാണുന്നില്ല എന്നുള്ളത് വിഷമിക്കുന്നുണ്ട്. തൂഫാൻ എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റ് എന്നാണ് അർത്ഥം. ഇത് ഇളങ്കാറ്റായിട്ട് വീശുകയാണ്. തൂഫാന്റെ കൊടുങ്കാറ്റിന്റെ വേഗത ടി ജി മോഹൻദാസിന്റെ വിഷയത്തിൽ കാണുന്നില്ല. അദ്ദേഹത്തിനോട് താഴ്മയായി അഭ്യർത്ഥിക്കാനുള്ളത് ആഭ്യന്തരമന്ത്രിയോട് വിദ്വേഷ വർഗീയതയ്ക്കെതിരെ കൂടി ഓപ്പറേഷൻ തൂഫാൻ കൊടുങ്കാറ്റായി ആഞ്ഞടിക്കണം. ശക്തമായ വകുപ്പുകൾ ഉണ്ടാകണം. ഇപ്പോൾ തന്നെ നടപടി വൈകിയതിൽ കേരള സമൂഹത്തിൽ പ്രതിഷേധമുണ്ട്. ഇനിയും കേരള പോലീസിനോട് വളരെ താഴ്മയേറിയ ഒരു അഭ്യർത്ഥനയാണ്. കേന്ദ്രമന്ത്രിയായ ശ്രീ സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷ് കാണിച്ച ആർജവം പോലും കേരള പോലീസ് ഇതുവരെ കാണിച്ചിട്ടില്ല. അങ്ങനെ ഒരു സിനിമാ താരത്തെ അല്ലെങ്കിൽ വളർന്നു വരുന്ന സിനിമാ താരത്തെ കോട്ട് ചെയ്യേണ്ടി വരുന്നതിൽ വിഷമമുണ്ട്. മാധവ് സുരേഷിനെ ഈ പണി ഏൽപ്പിച്ചാൽ അതിനെക്കാട്ടും നന്നായി പുള്ളി ചെയ്യുമായിരുന്നു. പുള്ളി പേരെടുത്ത് RSS ഐഡിയോലോഗാണെന്ന് പറഞ്ഞ് മുൻ BJPയുടെ സംസ്ഥാന ഇന്റലക്ച്വൽ സെൽ ഹെഡിനെ അഴി എണ്ണിക്കണം. മൃഗങ്ങളെക്കാൾ സംസ്കാരമുണ്ട്. ഞാൻ ആ വാക്കുകൾ പ്രയോഗിക്കുന്നില്ല, മാധവന്റെ വാക്കുകൾ പ്രയോഗിച്ചു എന്നേ ഉള്ളൂ. മൃഗങ്ങൾക്ക് ഇയാളെക്കാൾ സംസ്കാരം ഉണ്ടെന്ന് പറയുന്നതിന്റെ ആർജവം പോലീസ് കാണിച്ചിട്ടില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല എന്തായിരുന്നു. എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് ആ രീതിയിലുള്ള ആർജവക്കുറവ് ഉണ്ടായത്. അതായത് മോഹൻലാലിന്റെ മകളും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ശ്രീ മോഹൻലാൽ ഏത് പാർട്ടിയോടാണ് കൂടുതൽ അടുപ്പം കാണിക്കുന്നത്, അദ്ദേഹത്തിന്റെ വിശ്വശാന്തി ഫൗണ്ടേഷൻ എല്ലാം ആരുമായിട്ടാണ് കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് എല്ലാവർക്കും അറിയാം. സംഘപ്രസ്ഥാനങ്ങളോടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. മോഹൻലാലിന്റെ മോള് പ്രൊട്ടസ്റ്റിനോട് കാണിച്ച ആർജവം സുരേഷ് ഗോപിയുടെ മകൻ ശ്രീ ടി ജി മോഹൻദാസിനെതിരെ എടുക്കുന്ന നിലപാട് കേരള പോലീസിന് ഇല്ലെന്ന് പറയുന്നത് കൗതുകത്തെക്കാൾ വിഷമമാണ് ഉയർത്തുന്നത്. മലയാള സിനിമാ ലോകം ജന്തർ മന്ദർ പ്രക്ഷോഭത്തിന് വിസ്മയോടൊപ്പം നൽകിയ പിന്തുണ വളരെ വലുതാണ്. ഇനിയും ഒരു റിക്വസ്റ്റും കൂടെ, അത് പോയി കണ്ട ഒരു വ്യക്തി എന്ന നിലയിൽ, പോയി കണ്ടതിന്റെ ഇലക്ട്രിഫിക്കേഷൻ, അതിന്റെ എന്താ പറയണേ, വൈദ്യുതി ശരീരത്തിൽ അടിച്ച ഒരു ഫീലിംഗ് പഞ്ചാബിലും ഡൽഹിയിലും ഒക്കെ കണ്ടതുകൊണ്ട് പറയുക, കേരളത്തിൽ CJPയുടെ ജന്തർ മന്ദർ പ്രക്ഷോഭത്തിനടക്കം അനുകൂലമായി നടന്ന പ്രതിഷേധങ്ങളിൽ ചില കേസുകൾ എടുത്തതായി കാണുന്നു. നിരുപാധികം എല്ലാ കേസുകളും പിൻവലിക്കണം. എന്ത് ലോജിക്കാണ് അതിൽ? നമ്മുടെ മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിയോടൊപ്പം പ്രക്ഷോഭത്തിനും പ്രതിഷേധത്തിനും അവിടെ പോയിരുന്നതിന് ശേഷം ഇവിടെ കേരളത്തിൽ ആൾക്കാർക്കെതിരെ കേസെടുക്കുന്നതിന് എന്തർത്ഥമുള്ളൂ? ശ്രീ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചത് വളരെ കറക്റ്റായ കാര്യമാണ്. ഇത് ഹോം ഡിപ്പാർട്ട്മെന്റ് കൈമാറിയിട്ടുണ്ടെന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ആ കേസ് ആദ്യഘട്ടത്തിൽ എടുക്കേണ്ടതല്ല. ഇത് പറയുന്നതിന് ഒരു കോണ്ടെക്സ്റ്റ് കൂട്ടുണ്ട്, അത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും കാക്കിയും കാവിയും തമ്മിലുള്ള നിറവ്യത്യാസം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ പറയുന്നത് വളരെ സീരിയസ് ആയ ഒരു സാമൂഹിക രാഷ്ട്രീയ പോയിന്റാണ്. കാക്കിയും കാവിയും തമ്മിലുള്ള വ്യത്യാസം എത്രമാത്രമാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്തത്ര ബുദ്ധിമുട്ടിലാണ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും. കേരളമെങ്കിലും ചെറുത്തുനിൽപ്പിന്റെ തുരുത്തായി നിലകൊള്ളേണ്ട ആവശ്യമുണ്ട്. മതസൗഹാർദ്ദത്തോടെ ചേർന്ന് നിൽക്കേണ്ട പോലീസ് കേരളത്തിന്റെയും ഇന്ത്യയുടെയും ആവശ്യമാണ്. കുംഭമേള, മൊണാലിസ, ഫർമാൻ, ഹിന്ദു മുസ്ലിം കല്യാണത്തിൽ മറ്റൊരു സംസ്ഥാനം തന്നെ അവരെ വേട്ടയാടുകയാണ് ചെയ്യുന്നത്. നിങ്ങളിൽ പലർക്കും ആ വിഷയം അറിയായിരിക്കും. അവരോട് കണ്ടിന്യൂസ്ലി എന്താ പറയണേ, ഇൻ ടച്ച് ആണ്, അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളോട് ഇൻ ടച്ച് ആണ്. നിരന്തരമായി കേരളത്തിൽ മറ്റൊരു സംസ്ഥാനത്തെ പോലീസ് വന്ന് ഇവരെ പിടിച്ചുകൊണ്ട് പോകാൻ നോക്കുക.
18 വയസ്സ് കഴിഞ്ഞ ഈ കുട്ടിയുടെ വ്യാജരേഖകൾ ഒരു സംസ്ഥാന സർക്കാർ ചമയ്ക്കുകയാണ്. അതിന്റെ സീരിയസ്നെസ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. 18 വയസ്സ് കഴിഞ്ഞ ഈ കുട്ടിക്ക് 4ഓളം രേഖകൾ, സർക്കാർ ഇഷ്യൂ ചെയ്ത 4ഓളം രേഖകളുണ്ട്. ഒരു ഹിന്ദു മുസ്ലിം കല്യാണമായതുകൊണ്ട് ഒരു സംസ്ഥാനം നേരിട്ടിടപെട്ട് ഡോക്യുമെന്റ് ഫോർജ് ചെയ്യുകയാണ്. അതായത് അങ്ങനെ ഡോക്യുമെന്റ് ഫോർജ് ചെയ്യേണ്ടവനെ പിടിക്കേണ്ട സർക്കാർ തന്നെ ഡോക്യുമെന്റ് ഫോർജ് ചെയ്യുകയാണ്. അപ്പോ മറ്റൊരു സംസ്ഥാനത്തിന്റെ പേര് പറയുന്നില്ല, എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് പേര് പറയുന്നില്ല. മാസങ്ങളായി ഈ വരുന്ന പോലീസുകാരോട് ഞാൻ സ്ഥിരം സംസാരിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ വരുന്ന പോലീസുകാരോട് സ്ഥിരം ഞാൻ സംസാരിക്കാറുണ്ട്. മാസങ്ങളായി അവരെ മറ്റൊരു സംസ്ഥാന പോലീസ് രാഷ്ട്രീയവും വർഗീയപരവുമായ കാരണങ്ങൾ കൊണ്ട് വേട്ടയാടുന്നത് കാണുന്നത് കൊണ്ടാണ് ഈ കാര്യം ചൂണ്ടിക്കാണിക്കുന്നത്. ചിലരെങ്കിലും ശ്രദ്ധിച്ചു കാണും, ഇന്നലെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ വിധി ആശ്വാസജനകമാണ്. SC/ST കമ്മീഷൻ, വിശിഷ്ട ST കമ്മീഷൻ ഈ കുട്ടിയെ പിടിച്ച് മധ്യപ്രദേശ് പോലീസിന് കൊടുക്കണമെന്ന് കേരള പോലീസിനോട് ഉത്തരവിട്ടിരിക്കുന്നു. അങ്ങനെ ഉത്തരവിടാൻ SC/ST കമ്മീഷനും ST കമ്മീഷനും എന്ത് അധികാരമാണുള്ളൂ? ST കമ്മീഷൻ അല്ലെങ്കിൽ ഏത് കമ്മീഷനും അർത്ഥ കോടതികളാണ്, റെക്കമെൻഡേറ്ററി പവറാണ്. നമ്മുടെ പോലീസിനോട് പിടിച്ച് അവിടെ കൊടുക്കണം. ഈ കുട്ടിയെ ഓണർ കില്ലിങ്ങിനാണ് കൊണ്ടുപോകുന്നത്, ദുരഭിമാന കൊലയ്ക്ക് വേണ്ടിയാണ് കൊണ്ടുപോകുന്നത്. പോകുന്ന വഴി ഫർമാന്റെ ജീവിതത്തിന് എത്രമാത്രം സെക്യൂരിറ്റി ഉണ്ടാവും ദൈവത്തിനെ അറിയാവും. ഹൈക്കോടതി വാക്കാലെങ്കിലും പരാമർശിച്ചത് നിങ്ങൾ കേരളത്തിലായത് ഭാഗ്യമെന്നാണ്. നമ്മൾ സംസാരിക്കുന്നത് 25ഉം 18ഉം വയസ്സായ 2 പിള്ളേരുടെ കാര്യമാണ്. അവര് പ്രേമിച്ചു, കല്യാണം കഴിച്ചു, മതം മാറിയിട്ടില്ല. ഒരാൾ മുസ്ലിം ഒരാൾ ഹിന്ദു. അമ്പലത്തിൽ വെച്ചാണ് കല്യാണം നടന്നത്. ആ പെൺകുട്ടിയുടെ അച്ഛനാണ് ആധാർ കാർഡ് കൊടുത്തത്. പോലീസിന്റെ രേഖകളുണ്ട്. കേരള പോലീസ് വെരിഫൈ ചെയ്തതാണ്. കേരളത്തിലെ മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ, മന്ത്രിമാരടക്കം, MP അടക്കം, കേരളത്തിലെ CPM-ന്റെ മുതിർന്ന പാർട്ടി നേതാവ് അടക്കം പങ്കെടുത്ത കല്യാണത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒരു സംസ്ഥാന സർക്കാർ അവരെ നിരന്തരമായി വേട്ടയാടുകയാണ്. ലവ് ജിഹാദ് പ്രൊപ്പഗാൻഡയ്ക്ക് ഇന്ധനം പകരാൻ മൊണാലിസ ഫർമാൻ ദമ്പതികളുടെ ജീവന് തന്നെ ഭീഷണിയായി ഇപ്പോഴും ചില കേന്ദ്രങ്ങൾ സജീവമായ നീക്കം നടത്തുന്നുണ്ട്. മൊണാലിസ ഫർമാൻ എന്നിവരെ തട്ടിക്കൊണ്ടുപോകാൻ നിയമത്തെ വർഗീയമായി ദുർവ്യാഖ്യാനം ചെയ്ത് ചിലർ ഇവിടെ എത്തുന്നു എന്നുള്ളത് പേടിപ്പെടുത്തുന്ന വസ്തുതയാണ്. ഇപ്പോൾ തന്നെ 3ഓ 4ഓ തവണ 8ഓ 10ഓ പോലീസുകാരോ പോലീസ് വേഷത്തിൽ എത്താത്തവരോ കേരളത്തിൽ അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്നുണ്ട് എന്നുള്ളത് വിഷകരമാണ്. വ്യാജ പോക്സോ കേസ് അടക്കം അവർക്കെതിരെ പ്രയോഗിക്കുന്നത് കൊണ്ട് കൂടുതൽ കാര്യം പറയാൻ നിയമപരമായ പരിമിതിയുണ്ട്. അതുകൊണ്ട് മാധ്യമങ്ങൾ അന്വേഷിക്കണം. പ്രത്യേകിച്ച് ഇന്നലെ അവർക്ക് അനുകൂലമായി ഹൈക്കോടതിയുടെ അനുകൂലമായ പരാമർശമുള്ള അവസരത്തിൽ അവസാനിപ്പിക്കുകയാണ്. കാക്കിയും കാവിയും ഇടകലരേണ്ട നിറങ്ങളല്ല. ഒരു മതേതര മതസൗഹാർദ്ദ ഗാന്ധിയൻ രാഷ്ട്രീയ ബോധ്യമുയർത്തി കൃത്യമായ നിലപാടുകളിലൂടെ കേരള സർക്കാർ ഈ 2 കേസുകളിലും ശക്തമായ നിലപാടെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിർബന്ധമായും ശ്രീ TG മോഹൻദാസിനോട് എനിക്ക് ഒരു വ്യക്തിപരമായ വിരോധമില്ല. ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ളതാണ്. ഞാൻ TG മോഹൻദാസ് ജീന്നോ മോഹൻദാസ് ചേട്ടാന്നോ വിളിക്കുന്ന ഒരാളാണ്. ഹിന്ദു പാർലമെന്റ് ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ആശയപരമായ വ്യത്യാസം അദ്ദേഹത്തിന് എന്നോടുള്ള ദേഷ്യം കാരണമാണ് മുമ്പ് അർത്തുങ്കൽ ക്രിസ്ത്യൻ പള്ളി വിളിക്കണമെന്ന് പറഞ്ഞത്. ഞാൻ എല്ലാ സ്ഥലങ്ങളും ചെന്ന് അയ്യപ്പന്റെ മുസ്ലിം സുഹൃത്തായ വായരുന്നും ക്രിസ്ത്യൻ സുഹൃത്തായ വെളുത്തെന്ന് പറയുന്നത് പുള്ളിക്ക് പ്രകോപനമാണ്. അതുകൊണ്ട് അങ്ങനെ ആ ബഹുസ്വരതയും മതസൗഹാർദ്ദം ഇഷ്ടമല്ല. അങ്ങനെയാണ് അർത്തുങ്കൽ, ഈ ആലപ്പുഴ മുഹമ്മ അർത്തുങ്കൽ ക്രിസ്ത്യൻ പള്ളി പൊളിച്ച് അത് തിരിച്ചമ്പലമാണെന്ന് പറഞ്ഞു. നമ്മുടെ ജിസ്മോൻ തന്നെ അതിനെതിരെ പുള്ളിക്ക് കേസ് കൊടുത്തതാണ്. ഇത്രയും എവിഡന്റ് ആയിട്ട് വർഗീയ ഫാസിസ്റ്റ് വിഷം പറയുന്ന RSS പോലും തെള്ളിപ്പറഞ്ഞ ഒരു വ്യക്തിയെ, അതായത് RSS ഔദ്യോഗികമായി തെള്ളിപ്പറഞ്ഞ വ്യക്തിയെ ഇതുവരെ അറസ്റ്റ് ചെയ്യാതെ എന്ത് മൃദു സമീപനമാണ് ഇത് എടുക്കുന്നതെന്ന് എന്ത് ലോജിക്ക് ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതുവരെ അറസ്റ്റ് ഉണ്ടാകുന്ന എനിക്കറിയില്ല. ഇന്ന് രാവിലെ FIR ഇട്ടു എന്ന് പറഞ്ഞു. വകുപ്പുകൾ സ്ട്രോങ് ആണോ എന്നറിയില്ല. എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും സമൂഹത്തിൽ ഭീതി വരുത്താനും എന്ന ശക്തമായ വകുപ്പ് പ്രയോഗിച്ച് രാജ്യദ്രോഹ കുറ്റം കൂടി ചുമത്തി ശ്രീ മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യണം. അദ്ദേഹം അഡ്വക്കേറ്റ് ആണ്. അദ്ദേഹം ബാക്കി നിയമ നടപടികൾ ശ്രദ്ധിച്ചു. പക്ഷേ സമൂഹത്തിന് കൊടുക്കുന്ന ലാർജർ മെസ്സേജ് ഇതിന്റെ ഭാഗമായി അത്തരം ശക്തമായ ഒരു നടപടി എടുക്കണം. അവിടെയും ഇവിടെയും തൊടാതെ പോലീസ് ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന ഒരു ഗവേഷണ പ്രബന്ധമൊന്നുമല്ല. സീരിയസ് ആയ ഓൺഗോയിങ് ആയ ഒരു കേസാണ്. നീ ഇതേപോലെ തിരിച്ച് പ്രധാനമന്ത്രിക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തുന്നത് 100% തെറ്റാണ്. പ്രധാനമന്ത്രിയുടെ അച്ഛനെയും അമ്മയും ഒക്കെ മോശം പറയുന്നതിനൊന്നും യാതൊരു ന്യായീകരണവും ഇല്ല. അപ്പോ അതിനെതിരെ കേസെടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനേക്കാൾ മുമ്പ് കേസെടുത്തിട്ടുണ്ട്. അതിനേക്കാൾ സീരിയസ് ആയ ഒരു വിഷയമാണ്. വളരെ ഗൗരവതരമായി കേസെടുക്കണം. ലൈംഗിക അധിക്ഷേപം, രാജ്യദ്രോഹ കുറ്റം, കലാപാഹ്വാനം, ഇത്തരം കാര്യങ്ങൾ ചേർത്ത് ശക്തമായ കേസുകൾ എടുക്കണമെന്നും അറസ്റ്റ് ഉണ്ടാകണമെന്നും അഭ്യർത്ഥിക്കാനാണ് ഈ പ്രസ് മീറ്റ് വിളിച്ചത്. അദ്ദേഹത്തിന്റെ വീഡിയോ വന്നതിന്റെ ആ ദിവസം പരാതി എഴുതി അടുത്ത ദിവസം ഞാൻ അതിന്റെ ഇതും കൂടെ കാണിക്കാം. ഞാനത് മുഖ്യമന്ത്രിക്കും ആ കാര്യം അയച്ചിട്ടുണ്ടായിരുന്നു.
ഞാൻ എന്നിട്ട് ആ പരാതിയുടെ കാര്യം മാധ്യമങ്ങളെ അറിയിക്കുന്നില്ല, സോഷ്യൽ മീഡിയയിൽ പോലും ഇടുന്നില്ല. എന്റെ കാരണം എനിക്ക് അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. ഒറ്റ സെക്കൻഡ് ഞാൻ അത് എടുത്തോട്ടെ. 27 ജൂലൈ 27 ജൂലൈ 2:50 27 ജൂലൈ 2:50 സൈബർ പോലീസ് Kerala.gov സൈബർ പോലീസ് ട്രിവാൻഡ്രം ചീഫ് മിനിസ്റ്റർ. ഇത് പറയാത്തതിന്റെ കാരണം ഞാൻ ഈ പരാതി ഇട്ടൂന്നേ ഉള്ളൂ. ഞാൻ അതിനു മുമ്പേ പരാതി എഴുതി വെച്ചു. ഞാൻ വിചാരിച്ചു ഓൾറെഡി ഈ പരാതി കൊടുക്കേണ്ട കാര്യം പോലും ഇല്ല. പോലീസ് സുവോമോട്ടോ കേസ് എടുക്കേണ്ടതാണ്. പോലീസ് അവിടെ വരുന്ന പെൺകുട്ടികൾ, അതും കൊച്ചു പെൺകുട്ടികൾ. പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി നിങ്ങൾ അറിയണം, അത് നമ്മുടെ ശ്രീമതി അല്ലെങ്കിൽ രഞ്ജിനി ഹരിദാസ് അടക്കമുള്ളവർ പറഞ്ഞിട്ടുണ്ട്. അവിടെ പെൺകുട്ടികൾ ഏറ്റവും സേഫായി ഫീൽ ചെയ്തത് പ്രക്ഷോഭകാരികൾക്കും ആ പ്രതിഷേധിക്കുന്നവരുടെ ഇടയിലാണ്. കാര്യം പോലീസുകാർ ലാത്തി വെച്ച് അവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ അടിക്കുകയും കുത്തുകയും എന്നിട്ട് പോലീസുകാർ പരസ്പരം നോക്കി ചിരിക്കുകയും ചെയ്യുന്ന വിഷ്വൽസ് ഉണ്ട്. അവിടെ രഞ്ജിനി അടക്കമുള്ളവർ ഞങ്ങൾക്ക് ചെല്ലുമ്പോഴും കാണാം അവിടെ പെൺകുട്ടികൾ ആ ആൺകുട്ടികളാണ്, വളരെ യങ്ങാണ്, ഒരു പക്ഷേ പരസ്പരം എന്താ പറയുക ഇഷ്ടം തോന്നുന്ന പ്രായമാണ്. പക്ഷേ രാജ്യത്തിന്റെ ലാർജർ കോസിന് വേണ്ടി അവർ ഒരുമിച്ച് നിന്ന് ആ പെൺകുട്ടികൾ സേഫായി ഫീൽ ചെയ്യുന്നത് ഈ ആൺകുട്ടികളുടെ ഇടയ്ക്കാണ്. അവരെ കുറിച്ചാണ് പറയുന്നത് അവിടെ ലൈംഗിക വീഴ്ച നടക്കുക. ഞാനപ്പം വിചാരിച്ചത് പരാതി കൊടുക്കേണ്ട ആവശ്യം പോലും ഇല്ല, പരാതി കൊടുക്കേണ്ട നീഡ് പോലും ഇല്ല. 26-ാം തീയതി വൈകിട്ടാണ് ഈ വീഡിയോ വരുന്നത്. ശരിക്കും രണ്ടാമത്തെ വീഡിയോ ആണ് ആദ്യം എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടത്. ഈ വെടിവെക്കുക എന്ന് പറയുന്ന പരാമർശമാണ്. അപ്പം മുമ്പത്തെ വീഡിയോ പരിശോധിച്ചപ്പോഴാണ് അതിനേക്കാൾ മോശം പരാമർശങ്ങളായിട്ടുള്ളത്. 26-ന് സുവോമോട്ടോ കേസ് എടുക്കേണ്ടതാണ്. 27-ന് പരാതി ഞാനല്ല ഒരുപാട് പേര് നൽകി. ഇന്ന് ഇപ്പൊ 29-ാണ്. ഇതുവരെ അറസ്റ്റ് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നതും അത്ര ശക്തമല്ലാത്ത വകുപ്പുകളാണെന്ന് പറയുന്നതും ഇതൊന്നു മാത്രമാണ്. 3 വർഷം തടവ് ലഭിക്കാൻ കഴിയുന്ന ഒരു വകുപ്പാണ് കിട്ടുന്നത്. അത് ആത്യന്തികമായി കോടതിയിൽ നിലനിൽക്കുമെന്ന് കോടതി തീരുമാനിച്ചാൽ. പക്ഷേ പോലീസിന്റെ സമീപനം സോഫ്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല, ശക്തമല്ല. സത്യം പറയാമല്ലോ, ഞാൻ രാവിലെ 1-2 ബന്ധപ്പെട്ട അവരുടെ ഭരിക്കുന്ന പാർട്ടി ആൾക്കാർ സംസാരിച്ചു. അവരും സ്വകാര്യ എന്താണ് ഇത് ചെയ്യാത്തതെന്നുള്ളതാണ്. ഇന്നലെ ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമാൽ ഉസ്മാൻ മാഡം ആണെന്ന് തോന്നുന്നു, അവര് പറഞ്ഞു ഇന്ന് രാവിലെ യൂത്ത് കോൺഗ്രസ് എന്താണ് ഈ സമീപനത്തിന്റെ കാരണം. അല്ല ഇതെനിക്ക് മനസ്സിലാവണമല്ല. അതാണ് ഇത് എന്താണ് ഈ സമീപനത്തിന്റെ കാരണമെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. പോലീസ് ഗവേഷണം എന്തെങ്കിലും നടത്തുകയാണ്, എനിക്കറിയില്ല. ഞാൻ അതാ പറഞ്ഞത്, എനിക്ക് തോന്നുന്നു, എന്റെ പ്രതീക്ഷ, അങ്ങനെ ഞാൻ പറയാം, എന്റെ പ്രതീക്ഷ ശക്തമായ ഒരു പോലീസ് ആക്ഷൻ ഉണ്ടാകാൻ വേണ്ടി പോലീസ് കളമൊരുക്കുന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് ശരിയാകട്ടെ എന്നുള്ള വിശ്വാസത്തിൽ പറയുക. ശ്രീ രമേശ് ചെന്നിത്തലാജി ഇതുവരെ ബെസ്റ്റ് പെർഫോമിംഗ് മിനിസ്റ്റർ, എനിക്ക് തോന്നുന്നില്ല ആർക്കും എളുപ്പമാണോ. ശ്രീ VD സതീശൻ മന്ത്രിസഭയിലെ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുകയും എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോവുകയും എല്ലാവരിലേക്ക് റീച്ച് ഔട്ട് ചെയ്യുകയും തൂഫാൻ തരംഗമാക്കുകയും അന്തർ സംസ്ഥാന, അതായത് ബാക്കി സംസ്ഥാനങ്ങളിലേക്കും ഇന്ത്യ വ്യാപകമായി പ്രശംസ നേടിയ രമേശ് ചെന്നിത്തലാജിയാണ് ഭരിക്കുന്നത്. അപ്പൊ ശക്തമായ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് എന്റെ പ്രതീക്ഷ. ഇതുവരെ ഉണ്ടായില്ല എന്നുള്ളത് വിഷമിപ്പിക്കുന്നതാണ്. ഇന്നുണ്ടാവും എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇന്ന് ഉണ്ടാകണമെന്നുള്ളതാണ് ആവശ്യം. എനിക്ക് ഉറപ്പുണ്ട് ഇവിടെ നിൽക്കുന്ന പത്രക്കാർക്ക് ഉള്ളിന്റെ ഉള്ളിൽ തോന്നുമായിരിക്കും എന്താണ് ഈ ആക്ഷൻ ഉണ്ടാകാത്തത്. ശരി, ഞാനത് അങ്ങനെ എന്താ പറയുക പറയുന്ന പോലെ ശരിയല്ല. ഇത് വേറെ ഏതെങ്കിലും പാർട്ടിക്കാരെ കുറിച്ച്, ശ്രീ TG മോഹൻദാസ് അടക്കം ഇരിക്കുന്ന പാർട്ടിക്കാരെ കുറിച്ച് ആരെങ്കിലും പറയുകയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന പുകിലിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനും. ഇത് അദ്ദേഹം ഒരു പാർട്ടിക്കാരെ കുറിച്ചും പറയരുത്. ശ്രീ TG മോഹൻദാസിന്റെയോ കോൺഗ്രസിന്റെയോ CPM-ന്റെയോ ആപ്പിന്റെയോ മുസ്ലിം ലീഗിന്റെയോ CJP-യുടെയോ ഒരു മനുഷ്യനെ കുറിച്ചും, ഇന്ത്യക്കാരെ കുറിച്ച് പോലും മാത്രമല്ല, ഒരു മനുഷ്യനെ കുറിച്ച് പോലും പറഞ്ഞുകൂടാത്ത പരാമർശമാണ്. ഈ ഒരു മനുഷ്യനെ കുറിച്ച് പോലും പറഞ്ഞുകൂടാത്ത, ഒരു സ്ത്രീയെ കുറിച്ച് പോലും പറഞ്ഞുകൂടാത്ത, ഒരു യുവാവിനെയും വിദ്യാർത്ഥിയെ കുറിച്ച് പറഞ്ഞുകൂടാത്ത, വയലൻസിനുള്ള, കൊലപാതകത്തിനുള്ള, റേപ്പിനുള്ള, ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണെന്ന് പറയുന്ന പരാമർശം വന്നിട്ട് വേണ്ട രീതിയിൽ സ്ട്രെങ്ത് ഉണ്ടാകാത്തതും, യഥാർത്ഥത്തിൽ ഇതേപോലെ പ്രസ് മീറ്റ് വിളിക്കേണ്ടി വരുന്നതോ, ഡെപ്യൂട്ടി സ്പീക്കർക്ക് സംസാരിക്കേണ്ടി വരുന്നതോ, യൂത്ത് കോൺഗ്രസുകാർക്ക് സംസാരിക്കേണ്ടി വരുന്നതോ, ഇന്നലെ എനിക്ക് തോന്നുന്നു DYFI ആണെന്നോ ആരോ പുള്ളിയുടെ വീട്ടിൽ നേരെ ഇതുണ്ടായിരുന്നു, സംസാരിക്കേണ്ടി വരുന്നത് ഞെട്ടലുളവാക്കുന്നതാണ്. എന്റെ വിശ്വാസം ഈ കാക്കിയില് കാവി കലരരുത് എന്നുള്ളതാണ്. അത് മാത്രമേ എനിക്കൊരു പോസിബിൾ എക്സ്പ്ലനേഷൻ ആയിട്ട് കാണാൻ പറ്റത്തുള്ളൂ. ചില കാര്യങ്ങളോട് മൃദു സമീപനമാണെന്നുള്ളത്. തിരിച്ചേ ഞാനത് സാമുദായികമായി പറയുകയല്ല, തിരിച്ച് മറ്റൊരു സമുദായത്തിലുള്ള ഒരു വ്യക്തി ഇതേപോലെ ഏതെങ്കിലും ഒരു ന്യൂനപക്ഷ സമുദായത്തിലെ വ്യക്തി തിരിച്ച് ഇങ്ങനെ ഒരു പരാമർശം ആണ് പറഞ്ഞിരുന്നെങ്കിൽ ഈ നാട്ടിൽ എന്താകുമായിരിക്കും പോകില്ല. ദേശീയ മാധ്യമങ്ങളിലടക്കം എന്താകുമായിരിക്കും പ്രശ്നം. ഇതൊരു വേറെ ക്രാക്ക് ഡൗണിലേക്ക് പോകില്ലേ. എനിക്ക് പറയാൻ പോലും മടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഭംഗ്യന്തരേണ മൂടി പൊതിച്ച് പറയുന്നത്. മറ്റൊരു ന്യൂനപക്ഷ സമുദായത്തിലെ ഒരു വ്യക്തി ഇങ്ങനെ ഒരു പരാമർശം ബാക്കിയുള്ളവരെ കുറിച്ച് നടത്തി. മോഹൻദാസിന് പകരം അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് എന്നോ മൈക്കിളെന്നോ മറ്റൊരു പേരാണ് എന്നുണ്ടായിരുന്നെങ്കിൽ ഈ റിയാക്ഷൻ ആവും ഉണ്ടായിരുന്നത്. ഞാൻ മൈക്കിൾ എന്നുള്ളത് ബാലൻസ് ചെയ്യാൻ ചേർത്തായിട്ടെങ്കിലും വിചാരിച്ചാൽ മറ്റൊരു പരാമർശമാണ് ഇതുണ്ടായിരുന്നെങ്കിൽ ഈ രാജ്യത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും.
NIA മറ്റേ NIA ഇടപെടും, മറ്റേ തീവ്രവാദ ഏജൻസികൾ വരും. ഇതൊന്നുമില്ലാഞ്ഞിട്ട് ഈ വിദ്യാർത്ഥികളെ രാജ്യദ്രോഹികളെന്നും തീവ്രവാദികളെന്നും ആണ് വിളിക്കുന്നത്. NEA അടക്കം, അതായത് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് എന്ന ഔദ്യോഗിക കേന്ദ്ര മന്ത്രിസഭയുടെ ഏജൻസി തന്നെ CJP പ്രൊട്ടസ്റ്റിന് യാതൊരുവിധ വിദേശ ഫണ്ടിങ്ങും ഉള്ള ഇൻഫർമേഷൻ തങ്ങളുടെ ഇല്ലെന്ന് പറഞ്ഞിട്ട് പോലും ഇത് ബോധപൂർവം മറ്റേ ഖത്തറിൽ നിന്നാണ് ആഹാരം വരുന്നത്. അതൊക്കെ ഈ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ പിന്നെ സ്ഥിരം തീവ്ര വലതുപക്ഷ പ്രൊപ്പഗാൻഡ ആരും ശ്രദ്ധിക്കുന്ന പോലുമില്ല. അതായത് ഖത്തറിൽ നിന്ന് വരുന്നു, പാകിസ്ഥാനിൽ നിന്ന്, ബംഗ്ലാദേശിൽ നിന്ന് വരുന്നു, ഇതിന്റെ പിന്നിൽ അമേരിക്കയാണ്, ബംഗ്ലാദേശിൽ നിന്ന് സാധനമുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. തിരിച്ച് ഇതേപോലെ ഒരു പരാമർശം ഉണ്ടെങ്കിൽ ഈ എൻറ്റയർ മൂവ്മെന്റിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ പലരും അതിനെ ഉപയോഗിക്കുമായിരുന്നു. പക്ഷേ തിരിച്ച് TG മോഹൻദാസ് ഇങ്ങനൊരു പരാമർശം പറയുമ്പോൾ, അതായത് രാഷ്ട്രപിതാവിന്റെ പേരാണ് മോഹൻദാസ്, രാഷ്ട്രപിതാവിന്റെ പേരും ഗോഡ്സെയുടെ സ്വഭാവമാണെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവിന്റെ, ഇന്ത്യയുടെ അച്ഛന്റെ പേരും ഇന്ത്യയുടെ അച്ഛനെ കൊന്ന ഗോഡ്സെയുടെ മനോഭാവവുമാണ് പുള്ളിക്കെങ്കിൽ അത് ഞെട്ടലുളവാക്കുന്നതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു ആക്ഷൻ ഉണ്ടാകുന്നില്ല എന്ന് പറയുന്ന വേദന കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ പ്രസ് മീറ്റ് വിളിക്കുന്നത്. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. അപ്പൊ ഇത് ചെയ്യുന്നതിന്റെ കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സാധനം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആക്ഷൻ ഉണ്ടാകണം. അറസ്റ്റ് അല്ലാതെ വേറെ വഴിയില്ല. ഇമ്മീഡിയറ്റ് ആക്ഷൻ ഉണ്ടാകണം. ബാക്കി എല്ലാ രീതിയിലുള്ള നിയമത്തിന്റെ സോഫ്റ്റ് കോർണേഴ്സ് ചെയ്തു കൊടുക്കാനുള്ള അവസരമാകരുത് ഇതെന്നുള്ളതാണ് അഭ്യർത്ഥന. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇല്ല, പോലീസിന്റെ റെസ്പോൺസ് ഇത് ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഫോളോ അപ്പും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഈ ഏതെങ്കിലും പരാതി സിമിലർ അല്ലേ, അതായത് ഏതെങ്കിലും രീതിയിൽ പരാതി സിമിലർ അല്ലേ, എല്ലാവരുടെയും പരാതിയിൽ ഒരേ കാര്യം തന്നെ ആയിരിക്കുമല്ലോ. ചിലപ്പോൾ ഇൻവോക്ക് ചെയ്യുന്ന സെക്ഷൻസിന് വ്യത്യാസം കാണും. ഞാൻ അതും കൂടെ ചോദിച്ച് അവസാനിപ്പിക്കാം. ഞാൻ മാധ്യമങ്ങളോട് എന്തുകൊണ്ട് അറസ്റ്റ് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഇത് മറ്റൊരാൾ പറഞ്ഞാൽ അറസ്റ്റ് ഉണ്ടാവില്ലേ? മോഹൻദാസിന് പകരം ഒരു മുഹമ്മദ് പറഞ്ഞ അറസ്റ്റ് ഉണ്ടാവില്ലേ? മൈക്കിൾ പറഞ്ഞ അറസ്റ്റ് ഉണ്ടാവില്ലേ? വേറെ ഏതെങ്കിലും ഒരു മാർക്സിസ്റ്റുകാരൻ പറഞ്ഞ അറസ്റ്റ് ഉണ്ടാവില്ലേ? എന്താണ് മോഹൻദാസിനുള്ള പ്രിവിലേജ്? അപ്പോ അതിശക്തമായ നടപടി ഉണ്ടാകണം, അറസ്റ്റ് ഉണ്ടാകണം. ആ അറസ്റ്റ് ശക്തമായ വകുപ്പുകൾ ബേസ് ചെയ്തുണ്ടാകണം. രാജ്യദ്രോഹ കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെ യുവത്വം, ഇന്ത്യയിലെ പെൺകുട്ടികൾ, അവിടെ തടിച്ചുകൂടെ പെൺകുട്ടികൾ, ഇന്ത്യയിലെ പ്രതിഷേധിക്കുന്ന യുവത്വം റേപ്പ് ഇഷ്ടപ്പെടുന്നവരാണെന്നും കൂട്ടബലാത്സംഗത്തിന് ഓക്കെ ആണെന്നും ഇന്ത്യയിൽ അവിടെ കൂടിയ യുവത്വത്തെ വെടിവെച്ച് കൊല്ലണം എന്ന് ആഹ്വാനം ചെയ്യുകയും ശവങ്ങൾ പറക്കിയെടുത്ത് ആശുപത്രിയിൽ എത്തിക്കും എന്ന് പറയുന്ന ഗോഡ്സെ മനസ്ഥിതിയുള്ള രാഷ്ട്രപിതാവിന്റെ പേരുള്ള ശ്രീ TG മോഹൻദാസ് അതിശക്തമായ രീതിയിൽ നിയമ നടപടി നേരിടുമെന്നാണ് പ്രതീക്ഷ. അത് ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയോട് വീണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ്.